നിങ്ങൾ എത്ര വർഷമായി ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്? നിങ്ങൾക്ക് ട്രേഡിംഗ് മെച്യൂരിറ്റി വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഓഫ് 10ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് ട്രേഡിംഗ് മെച്യൂരിറ്റി തരാൻ പറ്റുമെന്ന് ഞാൻ കമന്റ് ചെയ്താ. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ട്രേഡിങ്ങിനോടുള്ള എക്സൈറ്റ്മെന്റ് ടോട്ടലി നഷ്ടപ്പെടും. ഈ ട്രേഡിങ്ങിലെ എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ട്രേഡിങ്ങിനോട് ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്നല്ല വരുന്നത്. ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റ്, ട്രേഡിങ്ങിനോടുള്ള ഗാംബ്ലിംഗ് മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുന്ന ഒരു നല്ലൊരു സിംറ്റം മാത്രമാണ് നമ്മൾ ട്രേഡിങ്ങിനോടുള്ള നമ്മുടെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടാൻ. പിറ്റേ ദിവസം തുടങ്ങുമ്പോൾ തന്നെ അയ്യോ നാളെ മാർക്കറ്റ് തുടങ്ങണല്ലോ, നമുക്ക് നാളെ തൊട്ട് വീണ്ടും ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റണല്ലോ, ഉണ്ടാക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ കിടന്നുറങ്ങുന്ന രീതിയൊക്കെ മാറിയിട്ട് നാളെ നമുക്ക് വല്ല നമ്മളെ സെറ്റപ്പിലേക്ക് വരുമ്പോൾ മാത്രം നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ട്രേഡിംഗ് ലൈഫ് കാമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ നമ്മൾ ഒരു നിലയ്ക്ക് നമ്മൾ എക്സൈറ്റ്മെന്റ് ചെയ്യിപ്പിക്കില്ല, നമ്മൾ സന്തോഷിപ്പിക്കുക, ഹാപ്പിനെസ് അവനോട് ഒരു അസൂയ തോന്നും, ഒന്നും ചെയ്യില്ല. അല്ലാണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ക്രീൻഷോട്ട് കാണുമ്പോൾ അപ്പോൾ ആളെ വിളിച്ചിട്ട് ചേട്ടൻ്റെ സ്ട്രാറ്റജി ഏതാണ്, ചേട്ടൻ എന്തിട്ടാണ് റിസ്ക് റിവാർഡ് SMC ആണോ, എന്തിട്ടാണ് ചേട്ടൻ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രോ എന്തിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളൊന്നും നമ്മ ടോട്ടലി ചോദിക്കില്ല. നമ്മളെ ക്യാപിറ്റലും നമ്മളെ റിസ്ക് റിവാർഡും നമുക്ക് എത്രത്തോളം ഇതിന് സമ്പാദിക്കാൻ പറ്റും എന്നുള്ള പക്കയായിട്ടുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാർട്ടിൽ കാണുന്ന ഒരു അപ്സ് ആൻഡ് ഡൗൺസുകളും ഒരു സെല്ലിങ് ബൈയിങ്ങും നമ്മളെ ഫോമോന്നോ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിലേക്ക് നമ്മളെ കൊണ്ടുവരില്ല. നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ എടുക്കുക, ബാക്കി മാർക്കറ്റ് എങ്ങോട്ട് പോയാലും താഴേക്ക് പോയാലും മേലേക്ക് പോയാലും എത്ര പോയിന്റ് കൊടുത്താലും ശ്രദ്ധിക്കില്ല. നമുക്ക് കിട്ടേണ്ടത് ഇതിൽ നിന്ന് കിട്ടിയോ, നമ്മളെ ചെറിയ റിസ്ക് റിവാർഡ് കിട്ടിയോ, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ ട്രേഡ് അവസാനിപ്പിച്ച് നമ്മളെ അടുത്ത പണി നോക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകും. എനിക്കിപ്പോ മൈൻഡിൽ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര പെർസെന്റേജ് ട്രേഡിംഗ് വെച്ചിൽ ഔട്ട് ഓഫ് 10ൽ എത്ര പോയിന്റ് കൊടുക്കാൻ പറ്റും നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യാനും നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും മറക്കരുത്. ഓക്കെ.